ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായും ഭാവിയിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നമുക്ക് വൻ കുതിപ്പ് നടത്താതെ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുകയില്ല. ഇവിടെ വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള നിർമ്മാണ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്ന് വ്യക്തമാവുന്നില്ല. ശ്രീ വി എസ് വിജയൻ, ഇപ്പോൾ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു പ്രമുഖ പാർട്ടി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളുടെ ആവശ്യമുണ്ടോ? ഈ വെള്ളം ചേർക്കലിൽ പോലും, വെള്ളം ചേർത്ത റിപ്പോർട്ടുകളിലും വെള്ളം ചേർത്ത നിയമനിർമ്മാണങ്ങളിൽ പോലും വലിയതെന്തോ വരാനിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ കേരളം എങ്ങനെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി വാദിക്കേണ്ടി വരിക? അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള സുഹൃത്തും പറഞ്ഞത് വളരെ കാര്യമാണ്. പുതിയ നിയമങ്ങളൊന്നും വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റിയും അതുപോലെ തന്നെയാണ് പറയുന്നത്. പുതിയ നിയമങ്ങളൊന്നും ആവശ്യമില്ല, ഇപ്പോൾ ഉള്ള നിയമങ്ങൾ നടത്തിയാൽ മതി. പക്ഷെ അത് നടപ്പിൽ കൊണ്ടുവരുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ. പക്ഷേ ഇവിടെ അദ്ദേഹം ഒരു ഉത്കണ്ഠ അദ്ദേഹത്തിനുണ്ടായത് ഇനിയുള്ള വികസനത്തിന് പ്രശ്നമായിട്ട് വരും, പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചാലെന്ന് പറഞ്ഞു. അത് ഇപ്പോഴത്തെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറയുന്ന മാതിരിയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശം സോൺ 1, സോൺ 2, സോൺ 3 എന്ന് പറയുമ്പോഴും അവിടെ എന്തൊക്കെ ആകാം എന്തൊക്കെ വേണ്ടാന്ന് തീരുമാനിക്കേണ്ട ആ പരമാധികാരം ജനങ്ങൾക്കാണ്, പഞ്ചായത്തിന് ഗ്രാമസഭയ്ക്കുമാണ്. ഒരിക്കലും അതിനെതിരായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എങ്ങനെ വികസനം കൊണ്ടുവരാം. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ വികസനത്തിന് വേണ്ടി തന്നെയാണ്, അവിടുത്തെ ജനങ്ങളുടെ വികസനത്തിന്, പൊതുജനങ്ങളുടെ വികസനത്തിന്, ഒരു സെക്ഷൻ ആളുകളുടെ അല്ല. ശ്രീ വിജയൻ, പശ്ചിമഘട്ടത്തിന്റെ 1/3 ഭാഗം സ്വാഭാവിക മേഖലയെന്നും 2/3 ഭാഗം ജനവാസ മേഖലകളെന്നും തരംതിരിച്ച് തുറന്ന വികസനത്തിന് വഴിയൊരുക്കുകയാണ് കസ്തൂരിരംഗൻ തന്റെ ശുപാർശകളിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന മാധവ് ഗാഡ്ഗിലിന്റെ വിമർശനം ശരിയല്ലേ? അതിന് കൂട്ടുനിൽക്കുകയല്ലേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്? അതാണ് ചെയ്തിരിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു വലിയൊരു തെറ്റ് ഗവൺമെൻറ് പറ്റിയിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്, പരിസ്ഥിതി മന്ത്രാലയത്തിന്. കാരണം 1988 ഫോറസ്റ്റ് പോളിസി അനുസരിച്ചിട്ട് 65% കാടുകൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് 65% മലകളിൽ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നില്ല, 37% മാത്രമേ വരുന്നുള്ളൂ. അത് പോളിസി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിക്ക് തന്നെ ഇത് എതിരായിട്ട് വരുന്നു. അത് ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല, തെറ്റായിട്ടുള്ള നടപടിയായി പോയി. ഇത് ഇപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ജനങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. എവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് വേണ്ടത്. ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ ആകെ കൊടുത്തിരിക്കുന്ന കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറയണത്. അവർക്കിതിനെതിരായിട്ട് പോകാം. സോൺ 1 എന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് സോൺ 1 വേണ്ട, അത് സോൺ 2 ആണെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന സ്ഥലങ്ങൾ മതി. പിന്നെ വില്ലേജ്, ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ വില്ലേജിൻ്റെ കാര്യം പറഞ്ഞു. ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ ആ വില്ലേജ് മുഴുവനല്ല വരിക. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വട്ടിയൂർക്കാവിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അത് ഭയങ്കര അബദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വട്ടിയൂർക്കാവ് വരുന്നത് നെടുമങ്ങാട് പഞ്ചായത്തിൽ അല്ല, താലൂക്കിലാണ്. ആ താലൂക്കിൽ പല സ്ഥലത്തും കാടുകളും മറ്റുമുണ്ട്. ആ കാടുകൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. വട്ടിയൂർക്കാട് അല്ല, നെടുമങ്ങാട് താലൂക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. ആ അവസാനം തീരുമാനിക്കുക ഏതൊക്കെ ഏരിയയാണ് സംരക്ഷിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് പഞ്ചായത്തും ഗ്രാമസഭയും കൂടി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനും ഈ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ, അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഏത് താലൂക്കിലാണെന്ന് മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. ആ താലൂക്ക് മുഴുവൻ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പല തെറ്റിദ്ധാരണകളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഇനി ഈ ഒരു എന്താ പറയുക, ഒരു വലിയൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
ആ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗിലെങ്കിലും വസ്തുതകൾ ആരെങ്കിലും വന്ന് പറയണം. ശ്രീ ടി എൻ പ്രതാപൻ, ആ രീതിയിൽ വസ്തുതകൾ പരിഗണിക്കപ്പെടുമോ അവിടെ? ഈ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ അവിടുത്തെ ചർച്ചകളും പോവുക? ഇപ്പോൾ തന്നെ ഒക്ടോബർ 7 സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ്, ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്ന ഉത്തരവ്, അതിൽ നിന്ന് മറികടക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നു കേന്ദ്ര സർക്കാർ. അപ്പോഴും കേരളം ഇതിനെ മറ്റൊരു തരത്തിലുള്ള ആശങ്ക വളർത്തുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രീ പ്രതാപൻ, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് പഠിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമുക്ക് അത്ഭുതം തോന്നുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെയുള്ള CPI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളടക്കം ഇതിൻ്റെ ഇടകളിലുള്ള ചില ഭാഗങ്ങൾ മാത്രം വായിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പരിപൂർണമായ മലയാള പരിഭാഷ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും ഇവിടെയുള്ള രാഷ്ട്രീയ മുഖ്യധാര പ്രസ്ഥാനക്കാരോടും ഈ ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരോടും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ എങ്കിലും നിങ്ങൾ തൽക്കാലം വിശ്വസിക്കുക. വിജയം ഡോക്ടറെ പോലെയുള്ള ഒരു പുരോഗമന ഇടതുപക്ഷ പുരോഗമന വിശ്വാസികളൊന്ന് വിശ്വസിക്കുക. നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടൊന്ന് വായിക്കുക. അത് വായിച്ചിട്ട് എവിടെയാണ് അവിടെ കൃഷിക്കാരെ എവിടെയെങ്കിലും ദ്രോഹം പറഞ്ഞിട്ടുണ്ടോ? കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? വീട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അമ്പലം പൊളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹരിത ട്രൈബ്യൂണലിൽ ലഭിച്ച വിധിയുമായി ചെന്ന സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ഹർജി പിൻവലിച്ച് മടങ്ങേണ്ടി വന്നു. ഗാഡ്ഗിൽ ശുപാർശകൾ അംഗീകരിക്കരുത് എന്ന ആവശ്യം പിൻവലിച്ച് മടങ്ങേണ്ടി വന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന സർക്കാരിന്, താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടി നയിക്കുന്ന ഒരു സർക്കാരിന് എന്തുകൊണ്ട് ഇതൊന്നും ബോധ്യപ്പെടുന്നില്ല? സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. സംസ്ഥാന സർക്കാരും, സത്യത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പരിസ്ഥിതി വകുപ്പുണ്ടല്ലോ, അതിൻ്റെ കീഴിൽ ജൈവവൈവിധ്യ ബോർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ സംസ്ഥാനത്തിന് പരിസ്ഥിതി വകുപ്പ് എന്തിനാ ഉള്ളത്? ആ വകുപ്പിനെ കൊണ്ടെങ്കിലും ഇതൊന്ന് വായിച്ച് പഠിച്ച് എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് എടുക്കേണ്ട നിലപാട് എന്താ? ഇവിടെ ജീവിക്കുന്ന ഏതെങ്കിലും ആളെ ബാധിക്കുമോ എന്നാണ് നോക്കേണ്ടത്. യാതൊരു സംശയവുമില്ല, ഈ പശ്ചിമഘട്ടത്തിൽ താമസിക്കുന്ന ഒരാളെയും ബാധിക്കില്ല, ഒരു കൃഷിയെയും ബാധിക്കില്ല, ഒരു കാലിവളർത്തലിനെയും ബാധിക്കില്ല. 20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടം പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ബാധിക്കാം? 19,999 ചതുരശ്ര അടി കെട്ടിടം പണിയാം. അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു പഠനം നടത്തി ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റും അതിന് വീഴ്ച വരുത്തിയിട്ടുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ട് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ലക്ഷ്യം എന്താ? എല്ലാ പാർട്ടിക്കാരെയും വോട്ട് മാത്രമാണ്. താൽക്കാലികമായ അത് തന്നെയല്ലേ ലക്ഷ്യം? അതുതന്നെയല്ലേ CPM പോലുള്ള കക്ഷികൾ വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഈ നിലപാടുമായി രംഗത്തെത്തുന്നത്? TN പ്രതാപൻ പോലും CPM-ലാണ് ചെറിയ പ്രതീക്ഷ വയ്ക്കുന്നത്. ഹലോ ശശീന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം. വയനാട്ടിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. വയനാട്ടിൽ രാത്രികാല ഗതാഗത നിരോധനമാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടി പാടില്ല. രാത്രി 9 മണി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 6 മണി വരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു റെയിൽവേ ലൈനിന് വേണ്ടി ഞങ്ങൾ കുറേ കാലമായിട്ട് പ്രക്ഷോഭം ആരംഭിച്ച് വയനാട്ടിലെ എല്ലാ ജനങ്ങളും, പ്രതാപൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇതെല്ലാം തടസ്സമായിട്ട് വരികയാണ്. അത് പോട്ടെ, അതൊക്കെ വരുമ്പോൾ വരട്ടെ. കർഷകർക്ക് ഒരു ലോൺ കിട്ടണമെങ്കിൽ ഫോറസ്റ്റ് ഓഫീസ് ചെന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇപ്പോൾ തന്നെ. ഇങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കർഷകർക്ക് ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്ത് തന്നെ 12 വില്ലേജുകളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 12 വില്ലേജുകളെയാണ്, ഒരു താലൂക്കിൻ്റെ ഒരു ഭാഗമല്ല, നേരത്തെ വിജയൻ സാർ പറഞ്ഞ പോലെ. ഇതെല്ലാം വലിയ ഉത്കണ്ഠ എല്ലാ പാർട്ടികളും, ഇവിടെ എല്ലാ ആൾക്കാരും കൂടി യോജിച്ചിട്ടാണ് ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് CPM-നെ മാത്രമായി നിന്ന് വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയനാട്ടിൻ്റെ സവിശേഷതയുണ്ട്. വയനാട്ടിൽ മുഴുവൻ വനത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു മുനിസിപ്പാലിറ്റിയും ഒരു പഞ്ചായത്തും ഒഴികെ ബാക്കിയെല്ലാം വനത്തിന്റെ സാന്നിധ്യമുള്ള ശ്രീ ശശീന്ദ്രൻ, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകൾ, ഗാഡ്ഗിലിന്റെ ശുപാർശകൾ വികസന വിരുദ്ധമാണ് എന്ന നിലപാട് താങ്കളുടെ പാർട്ടിക്കുണ്ടോ? വിവാദമായ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ആ മേഖലയെ, ആ പദ്ധതിയെ കേന്ദ്രത്തിൻ്റെ പുതിയ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം കേന്ദ്രം ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടുള്ള
പാർട്ടിയുടെ സമീപനം എന്താണ്? അതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കണമെന്ന് പൊതുവെ കേരളത്തിൻ്റെ വികാരമാണെന്ന് എല്ലാവർക്കും അറിയാം. പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില തടസ്സവാദങ്ങളുണ്ടെന്നും അറിയാം. അതിലിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു പുതിയ സമീപനം ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാൻ വേണ്ടി ഇപ്പോൾ തയ്യാറാവുന്നില്ല. കാരണം വിശദാംശങ്ങൾ മുഴുവനായിട്ട് പഠിക്കാതെയാണ് ഞാൻ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പറയാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വയനാടിൻ്റെ ഒരു അവസ്ഥ ഈ പ്രയാസങ്ങളുണ്ട്, കർഷകർക്ക് നല്ല പ്രയാസങ്ങളുണ്ട്. അത് സംബന്ധിച്ചു ശ്രീ ശശീന്ദ്രൻ, എന്റെ ചോദ്യം ഇത് വികസന വിരുദ്ധമാണ് ഗാഡ്ഗിൽ നിർദ്ദേശങ്ങൾ എന്ന് താങ്കളുടെ പാർട്ടി കരുതുന്നുണ്ടോ? വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വികസനവുമായി ബന്ധപ്പെട്ട ചില തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ തടസ്സവാദങ്ങളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രികാല ഗതാഗത നിരോധനം. ഈ റിപ്പോർട്ടും കാര്യങ്ങളും വരുമ്പോൾ കുറേയും കൂടി ശക്തിപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇനി തിരിച്ചു വരണ്ടാന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. വയനാട്ടിൻ്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പശ്ചിമഘട്ടത്തിലൂടെ അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് ഈ വനത്തിലൂടെയാണ് ഇത് കടന്നു വരേണ്ടത്. ഇതെല്ലാം വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ ജനങ്ങളെയും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം അത്യാവശ്യമാണല്ലോ. ഇതാകെ തടയപ്പെടുകയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ്, നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത കിലോമീറ്ററുകളോളം വളഞ്ഞിട്ടാണ് ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ബാംഗ്ലൂരുമായി രാത്രികാല യാത്രാ നിരോധനം എന്ന ഒരു ഒറ്റ പ്രശ്നം മുൻനിർത്തിക്കൊണ്ടാണ് വയനാട്ടിലെ എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളെയും വയനാട്ടുകാർ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? വയനാടിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്ന് സംബന്ധിച്ച് ആരെങ്കിലും കൃത്യമായ തെറ്റിദ്ധാരണകളല്ലാതെ എന്തെങ്കിലും കൃത്യമായ പഠനങ്ങൾ ഇത് സംബന്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ നടത്തിയിട്ടുണ്ടോ? എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു മുതിർന്ന നേതാവാണ് ശ്രീ ശശീന്ദ്രൻ. അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും ആദരവും ആദ്യം പ്രകടിപ്പിക്കട്ടെ. ആ ബഹുമാനവും ആദരവും വെച്ചുകൊണ്ട് പറയുന്നു, രാത്രികാല യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ ദയവ് ചെയ്ത് കാണരുത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് ഇന്നല്ല ഇതിന് ഗുണം അനുഭവിക്കുക, കുറച്ച് കഴിഞ്ഞ് നമുക്കത് ബോധ്യമാകും. ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാനുള്ള കരുതൽ ധനം നമ്മൾ വിത്തെടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിത്തെടുത്ത് കുത്തുന്നതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഉണ്ടായ മഹാപ്രകൃതി ദുരന്തം. ഇതെല്ലാം ഈ ചൂഷണത്തിൻ്റെ അനന്തരഫലമാണ്. വയനാട്ടിലും ഇടുക്കിയും അല്ലെങ്കിൽ പാലക്കാടും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഈ അനിയന്ത്രിതമായി വരുന്ന ഈ ചൂഷണത്തിൻ്റെ ഫലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഒരുപക്ഷെ ബഹുമാനായ ശശീന്ദ്രനെ പോലെയുള്ള മുതിർന്നവർ ജീവിച്ചിരിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള തൊട്ട് താഴെയുള്ള തലമുറ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആവണമെന്നില്ല. വരുന്നൊരു തലമുറ ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഇതിനെ ഒരു പഠനം, ഒരു റിസർച്ച് വേണ്ടി പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടികളുടെ മനസ്സോടുകൂടി, വിദ്യാർത്ഥികളുടെ മനസ്സോടുകൂടി ഇതിനെ പോസിറ്റീവും നെഗറ്റീവും സത്യസന്ധമായി അവലോകനം ചെയ്തിട്ട് വേണം രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാരാ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിനെ എതിർക്കാനും അനുകൂലിക്കാനും എന്നാണ് എന്റെ വിനയപൂർവ്വമായൊരു അഭ്യർത്ഥന. ഇതിനെ നമുക്ക് നിർബന്ധമായും ഇത് പശ്ചിമഘട്ടത്തിന്റെ ഗാഡ്ഗിൽ നിർദ്ദേശങ്ങളാണോ അതല്ല കസ്തൂരിരംഗൻ നിർദ്ദേശങ്ങളാണോ കേന്ദ്രം അംഗീകരിക്കുന്നത് എന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഗാഡ്ഗിൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം എന്ന സുപ്രീം കോടതി വിധി ഇതോടുകൂടി ഇല്ലാതാവുകയാണോ? അതിൻ്റെ ഒരു ലീഗൽ ഇംപ്ലിക്കേഷൻ എനിക്ക് അറിഞ്ഞൂടാ. സുപ്രീം കോടതി വിധി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അവർ പുറപ്പെടുപ്പിക്കാൻ പോകുന്ന ആ ഉത്തരവ് അത് വെബ്സൈറ്റിലിട്ടിട്ട് ജനങ്ങളുടെ അഭിപ്രായം കൂടെ വാങ്ങിയതിന് ശേഷമാണ് അത് ഫൈനലൈസ് ആവുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 45 ദിവസം 3 മാസമായിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അതിന് ശേഷമാണ് അവർ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ എന്തായാലും ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശ തന്നെ നമ്മൾ നടപ്പാക്കേണ്ടി വരും. ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ശശീന്ദ്രൻ മാഷ് പറഞ്ഞു, റെയിൽവേയുടെ കാര്യം പറഞ്ഞു, രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിരോധനം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. റെയിൽവേ വേണ്ടെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. എവിടെയാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത് അവിടെ ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ മൊത്തം റെയിൽവേ വേണ്ടെന്നോ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് തീരുമാനിക്കേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്തും ഗ്രാമസഭയാണ് തീരുമാനിക്കേണ്ടത്. അവിടുത്തെ എല്ലാ പഞ്ചായത്ത് ഗ്രാമസഭയോട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് എതിര് പോകാനായിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പോലും